സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് 2 ദിവസമായി റിലീസായതിന്റെ ആ ദിവസം തന്നെയാണ് ഞാൻ മെയ്യഴക് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടത്. പ്രേംകുമാർ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ പറ്റി ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടായിരിക്കുക 96 എന്ന് പറയുന്ന സിനിമ ആയിരിക്കും. അതുപോലും ചിലപ്പോൾ ഓർമ്മയുണ്ടാവാനുള്ള സാധ്യത ഒന്നുമില്ല കേട്ടോ. എന്തായാലും 96 എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കഴിഞ്ഞ 6 വർഷമായിട്ട് എവിടെയായിരുന്നു, എന്താണ് സിനിമകളൊന്നും ഇറക്കാത്തത് എന്നുള്ളൊരു തോന്നലൊക്കെ എന്നെപ്പോലുള്ള പല സിനിമാ പ്രേമികൾക്കും ഉണ്ടായിരിക്കാം. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഒരു പുതിയ സിനിമയായിട്ട് വരുന്നു. അത് കാർത്തി അതിൽ അഭിനയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അരവിന്ദ് സ്വാമി എന്ന് പറയുന്ന മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ആ ഒരു സുന്ദര പുരുഷൻ കൂടി ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ഒരു ഗംഭീര സിനിമയാണെന്നുള്ള ഒരു തോന്നൽ പുറത്ത് തന്നെയാണ് ആ ഒരു സിനിമ കാണാൻ പോയത്. തുടക്കത്തിൽ പറയാം, നിങ്ങൾ 96 ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചിലറെ യാത്രകളും ചില ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 96 കണ്ട അതേ ഒരു വേഗതയിൽ ആ ഒരു മൂവി എങ്ങനെയാണ് മുന്നോട്ട് പോയത്, അതൊരു വേഗതയിലുള്ള ഒരു സിനിമ, ഒരുപാട് ഓർമ്മകളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സിനിമ. അരവിന്ദിന്റെ ഒരു ഗംഭീര സംഗീതം ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതിലുണ്ട്. അതിനൊപ്പം ഇങ്ങനെ ഒരു യാത്ര, ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര, ട്രെയിൻ യാത്ര, ബസ് യാത്ര, കുറെ പച്ചപ്പിനിടയിലുള്ള യാത്ര, കുറെ ഇമോഷൻസ്, ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു നല്ല ഫീൽ ഗുഡ് സിനിമ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംശയമില്ലാതെ മെയ്യഴക് എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ഈ സിനിമ കണ്ടിരുന്ന ആദ്യ നിമിഷം മുതൽ തന്നെ എനിക്ക് തോന്നിപ്പോയത് ഈ പ്രേംകുമാർ എന്ന് പറയുന്ന മനുഷ്യന് യാത്ര അപാരമായിട്ട് ഇഷ്ടമാണല്ലോ എന്നാണ്. 96 ഒരു പ്രണയമാണ് അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സംഭവമെങ്കിൽ നമ്മൾ മെയ്യഴക് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇത് പ്രണയമല്ല കേട്ടോ, അതിന് പകരമായിട്ട് സൗഹൃദമാണ് ഈ ഒരു സിനിമയുടെ ബേസ്. ഒരു നല്ല സൗഹൃദത്തിന്റെ ആ സൗഹൃദം എങ്ങനെയാണ് കുടുംബപരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും ഞാനിങ്ങനെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലൊരു സ്പോയിലർ അലർട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല. അതിന് പകരമായിട്ട് ആ ഒരു സംവിധായകന്റെ ചില ടെക്നിക്കുകളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. പ്രേംകുമാർ ഞാൻ മുന്നേ പറഞ്ഞ പോലെ യാത്രയെ ഗംഭീരമായിട്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. 96 എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തിൽ തന്നെ റാമിന്റെ ഒരു യാത്ര പറയുന്നുണ്ട്. അദ്ദേഹം നടന്നു തീർക്കുന്ന അല്ലെങ്കിൽ തന്റെ വാഹനവുമായിട്ട് ഓടി തീർക്കുന്ന ഒരു വലിയ യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും തോന്നിപ്പോവുക ആ ഒരു പടം കഴിഞ്ഞ ഒരൊറ്റ നിമിഷത്തില്, അല്ലെങ്കിൽ ആ പാട്ട് കേട്ട് കഴിഞ്ഞ അടുത്ത നിമിഷത്തില് വണ്ടി എടുത്ത് അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ ഒരു സോളോ ട്രിപ്പ് ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ ഒരുപാടുണ്ടല്ലോ എന്ന തോന്നലുകളൊക്കെ തോന്നിപ്പോകും. ഇങ്ങനെ ഒറ്റയ്ക്ക് ആഘോഷിക്കുക ഒരു ചില നിമിഷങ്ങളെ, ആ ഒരു നിമിഷങ്ങൾ ഒറ്റയ്ക്ക് മാത്രം ഹൃദയത്തിൽ അങ്ങനെ പേറി നടക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ കൃത്യമായിട്ടും ചിത്രീകരിക്കാനും അത് കാണുന്നവന്റെ മനസ്സിലേക്ക് എത്തിക്കാനും ഈ പ്രേംകുമാറിന് എന്ന് പറയുന്ന ഈ സംവിധായകന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് നമ്മൾ 96 കണ്ടാണ്, റാമിന്റെ ആ ഒരു യാത്രയിൽ കണ്ടതാണ്. ഈ രാമിന്റെ ആ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹം കാലങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ നാട്ടിലേക്ക് വരുന്നത് പഴയ സ്കൂൾ കാണാനും പിന്നെ ഒരു റീയൂണിയനും വേണ്ടിയിട്ടൊക്കെയാണ്. ആ ഒരു വരുന്ന സമയത്ത് തമിഴ്നാടിന്റെ പല ഭാഗങ്ങള്, അവിടെയെല്ലാം ഓർമ്മകൾ ഒളിഞ്ഞു നിൽക്കുന്നത്, ഇതെല്ലാം അതിനെക്കുറിച്ചൊക്കെ ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ മെയ്യഴക് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഇതുപോലത്തെ ഒരു യാത്ര അതിൽ നടത്തുന്നുണ്ട്. ഇതിൽ കാർത്തി ചെയ്യുന്ന ഒരു വേഷത്തിനൊപ്പമാണോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ മനുഷ്യന്റെ പേരെന്ന് ഞാൻ മറന്നു പോന്നെ, അദ്ദേഹം പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹം ചെയ്യുന്ന ഒരു വേഷത്തിനൊപ്പമാണോ ഞാൻ നിൽക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഞാൻ നിൽക്കുന്നത് കാർത്തിയുടെ ഒപ്പമല്ല കേട്ടോ. എനിക്ക് കാർത്തിയുടെ ഒപ്പം നിൽക്കുക, കാർത്തി വളരെയധികം ആയാസ ലളിതമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്തൊരു രസമായിട്ടാണ് ആ ഒരു മനുഷ്യനെ അഭിനയിച്ചിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടമായത് രണ്ടാമതായിട്ടുള്ള പറയുന്ന ആ ഒരു മനുഷ്യനാണ്, അരവിന്ദ് സ്വാമിയാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രത്തെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും, ഒരുപക്ഷെ എനിക്കിത് അത്ര റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് ചിലർക്കെങ്കിലും നന്നായിട്ട് റിലേറ്റ് ചെയ്യും. സ്വന്തമായിട്ട് ഒരു ഗ്രാമത്തിൽ ഒരു വീടുണ്ടായിരിക്കുകയും നമ്മളൊക്കെ ഒരു +2 ആവുന്ന സമയത്ത് ആ വീട് വിട്ടു പോകേണ്ടി വരികയും പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഒരു ഗ്രാമത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും പണ്ട് തൻ്റെ വീടിരുന്ന ഭാഗത്ത് പോയി നോക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുകയും ആ വീട് നേടിയെടുക്കാനുള്ള ഒരു തോന്നലുണ്ടാവുകയും പണ്ടത്തെ ബന്ധുക്കളൊക്കെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും അവരെ കാണുകയും
അവരോട് അപാരമായിട്ടുള്ള ഇമോഷനോട് കൂടിയിട്ട് സംസാരിക്കാനും ബന്ധപ്പെടാനും സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ചിലരുടെയെങ്കിലും ജീവിതത്തിലുണ്ടായിരിക്കും. അത്ര ആളുകൾക്കൊക്കെ ഈ സിനിമ ഒരല്പം സന്തോഷത്തോടെ കണ്ണുനീരോട് കൂടിയിട്ട് കണ്ടു തീർക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്നെപ്പോലെ ഈ 96 കണ്ട് ആസ്വദിച്ചിരുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ മെയ്യഴക് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇഷ്ടാവും. ഒപ്പം തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയേണ്ടത് തന്നെയാണ്. അതെന്തോ മനഃപൂർവ്വം ഈ ഒരു സംവിധായകൻ നമ്മുടെ ആ മലയാളീനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്താൽ മതി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ ഒരു സിനിമയെ നമുക്ക് ഭയങ്കര സൂത്തിങ് ആയിരിക്കുക. എനിക്ക് ആ സിനിമ ഒന്നുകൂടി കാണാൻ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ എനിക്ക് ആ സിനിമ കണ്ടൊന്ന് ഉറങ്ങണം എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അത് സിനിമ ബോറായതുകൊണ്ടല്ല കേട്ടോ. ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ആ ഒരു സുഖത്തില്, ആ മ്യൂസിക്കിന്റെ സുഖത്തില് ഇനി എന്താണ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് നമുക്ക് വീണ്ടും അറിയാലോ. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്, അതിലത്തെ ചില നിമിഷങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട്, അതിൽ അനന്തു സ്വാമിയുടെ ഒരു ഓട്ടമുണ്ട്, ആ ഓട്ടം ആലോചിച്ചുകൊണ്ട്, ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് കിടന്നുറങ്ങുന്നത് ആലോചിച്ചുകൊണ്ട്, പൂ വിൽക്കുന്ന ഒരു പൂക്കാരിയുമായിട്ടുള്ള സംസാരം ആലോചിച്ചുകൊണ്ട്, തൻ്റെ ഒരു കള്ളു കുടിക്കുന്നത്, ഒരു ബിയർ കഴിക്കുന്ന രംഗമുണ്ട്. ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. അത് ബിയറിന്റെ ആ കുപ്പിയിലല്ല, അതിന് പകരം ഒരു മണ്ണിന്റെ ഒരു ചെറിയ ബൗളിലേക്ക് അതൊക്കെ ഒഴിച്ചു കുടിക്കുന്ന ആ രംഗങ്ങളൊക്കെ, അതൊക്കെ ആലോചിച്ചുകൊണ്ട് ചുമ്മാ അങ്ങനെ ഒരു ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ കിടന്നുറങ്ങാൻ തോന്നിപ്പോയി. ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ ഭയങ്കര ടെൻഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ കേട്ടോ. ഒരു 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഭയങ്കര ആശ്വാസം തോന്നിപ്പോകും. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആശ്വാസത്തിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറയുന്നത് മെയ്യഴകൻ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ഒന്നല്ല. പക്ഷേ എന്നെ പോലെ ഈ 96 ഇഷ്ടമായവരുടെ എല്ലാം ഒരു കപ്പ് ഓഫ് ടീ തന്നെയാണ് മെയ്യഴകൻ എന്ന് പറയുന്നത്. ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കാണാതിരിക്കരുതെന്ന് കൂടി പറയുന്നു. നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് അത് കഴിഞ്ഞതിന് ശേഷമെങ്കിലും എൻ്റെ താവോ ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ തപ്പിയാൽ കിട്ടുമെങ്കിൽ അതിനുശേഷമെങ്കിലും നിങ്ങൾ അത് കണ്ട് എപ്പോഴെങ്കിലും കഴിയുമെങ്കിൽ മാത്രം ഇതിന് താഴെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.